PSC മാസ് മെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 13 ശനിയാഴ്ച വന്നിട്ടുള്ള തൊഴിൽ വാർത്തയിലെ മാറിയ നിയമങ്ങളും പുതിയ വ്യവസ്ഥകളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. 2005 ഒക്ടോബർ 12 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ ഭേദഗതി വരുത്തിയ വർഷം ഏത്? 2019. 2005 ഒക്ടോബർ 12 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ ഭേദഗതി വരുത്തിയ വർഷം ഏത്? 2019 നടത്തിയിട്ടുള്ളത് ഭേദഗതി. വിവരാവകാശ നിയമത്തിൻ്റെ ഏതൊക്കെ വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്? സെക്ഷൻ 13, 16, 27 എന്നിവയിലാണ് ഭേദഗതി നടത്തിയിട്ടുള്ളത്. ഇനി 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 13 പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്രയായിരുന്നു? 5 വർഷവും അഥവാ 65 വയസ്സ് വരെ. അപ്പോൾ ഈ ഭേദഗതി വന്നതിന് ശേഷം ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം 2019 ഈ ഭാഗത്ത് വരുത്തിയ മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം. അടുത്തത്, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത്? അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി സെക്ഷൻ 13, 16, 27 എന്നിവ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിൽ 13ാമത്തേതെന്ന് പറയുന്നത് എന്തുവാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി. അടുത്തത് സെക്ഷൻ 16, അവിടെ വരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 16. ഇനി 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എന്തായിരുന്നു? 5 വർഷം അഥവാ 65 വയസ്സ് വരെ. 2019 സെക്ഷൻ 16 വരുത്തിയ ഭേദഗതി എന്ത്? ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം. 2019 സെക്ഷൻ 16 വരുത്തിയ ഭേദഗതി എന്തെന്ന് ചോദിച്ചാൽ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം. നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര? 3 വർഷം അഥവാ 65 വയസ്സ് വരെ. നിലവിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര? 3 വർഷം അഥവാ 65 വയസ്സ് വരെ. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് ഭേദഗതി വരുത്തിയ വർഷം ഏത്? 2019 ജൂലൈ 14. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് ഭേദഗതി അതുവരെ വരുത്തിയിട്ടില്ല. 2019 ജൂലൈയിലാണ് ഭേദഗതി വരുത്തിയത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് ഭേദഗതി വരുത്തിയത്? സെക്ഷൻ 2, 3, 6, 21, 24 എന്നിവയിൽ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 2ൻ്റെ ഭേദഗതിയിലൂടെ വ്യക്തത വരുത്തിയത് എന്ത്? ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നിവയിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടന പ്രതിപാദിക്കുന്ന 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പേത്? സെക്ഷൻ 3. 1993 നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആർക്കാണ് എന്നത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന ആൾക്ക്. 1993 നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കാവുന്നത് ആർക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന ആൾക്ക്. 1993 നിയമത്തിൻ്റെ വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത 2019 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് എന്ത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജിയുടെ പദവി വഹിച്ചയാളാവണം. 1993 നിയമത്തിൻ്റെ വകുപ്പ് 3 2019 ഭേദഗതിയിലൂടെ വരുത്തിയ മറ്റൊരു മാറ്റം എന്ത്? കമ്മീഷനിൽ 3 അംഗങ്ങളിലൊന്ന് വനിത ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6.
1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്രയായിരുന്നു? 5 വർഷവും അഥവാ 70 വയസ്സുവരെ. 2019 ഭേദഗതിയിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധിയിൽ വരുത്തിയ മാറ്റം എന്ത്? 3 വർഷം അഥവാ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്മാരുടെ ഘടന പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏത്? സെക്ഷൻ 21. 1993 നിയമപ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്നതിനുള്ള യോഗ്യത എന്തായിരുന്നു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരിക്കുന്ന ആളായിരിക്കണം. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 21 വരുത്തിയ മാറ്റം എന്ത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഹൈക്കോടതി ജസ്റ്റിസ് അഥവാ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം എന്നാക്കി. നേരത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ആളാവണമായിരുന്നു. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജിയായി സേവിച്ചിരുന്ന ആളായാൽ മതി എന്ന് മാറ്റിയിരിക്കുന്നു. മാറ്റം വരുത്തിയ വകുപ്പ് 21. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 24. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്രയായിരുന്നു? 5 വർഷം അഥവാ 70 വയസ്സ് വരെ. 2019 ഭേദഗതിയിലൂടെ വകുപ്പ് 24 വരുത്തിയ മാറ്റം എന്ത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അഥവാ 70 വയസ്സ് വരെ നിജപ്പെടുത്തി. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 1986. 1986 നിയമത്തിലെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുള്ള 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിലായത് എന്ന്? 2020 ജൂലൈ 20. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 34 പ്രകാരം എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരിഗണിക്കാമെന്നായിരുന്നു വ്യവസ്ഥ? 1 കോടി രൂപ വരെ. നിയമത്തിൻ്റെ സെക്ഷൻ 47 പ്രകാരം എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെടാനുള്ള അധികാരം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ടാവും എന്നായിരുന്നു വ്യവസ്ഥ? 10 കോടി രൂപ വരെ. നിയമത്തിൻ്റെ സെക്ഷൻ 58 പ്രകാരം എത്ര രൂപയ്ക്ക് മുകളിലുള്ള ഉപഭോക്തൃ തർക്കങ്ങളിലാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ഇടപെടാവുന്നത് എന്നായിരുന്നു വ്യവസ്ഥ? 10 കോടി രൂപയ്ക്ക് മുകളിൽ. ജില്ലാ, സംസ്ഥാന, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുടെ ഇടപെടാനുള്ള തുകകളുടെ പരിധിയിൽ വ്യത്യാസം വരുത്തിയ ചട്ടം ഏത്? 2021 ഡിസംബറിൽ പുറപ്പെടുവിച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് കമ്മീഷൻ, ദി സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് ദി നാഷണൽ കമ്മീഷൻ റൂൾസ്. 2021 പുറപ്പെടുവിച്ച റൂൾസ് പ്രകാരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പാക്കാം? 50 ലക്ഷം രൂപ വരെയുള്ളതിലാണ്. 2021 റൂൾസ് പ്രകാരം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾക്ക് ഏത് പരിധിയിലെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാം? 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ. എത്ര രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളിലാണ് ദേശീയ കമ്മീഷന് തീർപ്പ് കൽപ്പിക്കാവുന്നത്? 2 കോടി രൂപയ്ക്ക് മുകളിൽ. 1972 നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന് 2022 വരുത്തിയ ഭേദഗതി പ്രാബല്യത്തിൽ ആയത് എന്ന്? 2023 ഏപ്രിൽ 1 മുതൽ. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് 2022 ഭേദഗതി വരുത്തിയത്? വകുപ്പ് 49. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.